കൊച്ചി കുസാറ്റ് ദുരന്തത്തിൽ മുൻ പ്രിൻസിപ്പാളിനെയും അധ്യാപകരെയും പ്രതി ചേർത്തു. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ദീപക് കുമാർ സാഹു അടക്കം 3 പേരെയാണ് പോലീസ് പ്രതി ചേർത്തത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസ്. കുസാറ്റിൽ ടെക് ഫെസ്റ്റിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട ജീവൻ നഷ്ടപ്പെട്ടത് വിദ്യാർത്ഥികളടക്കം 4 പേർക്കാണ്. മഴ മൂലം ഓഡിറ്റോറിയത്തിലേക്ക് ആളുകൾ ഓടിക്കയറുകയായിരുന്നു അപകട കാരണം. തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തിരക്കിൽ വീണപ്പോഴുണ്ടായ പരിക്കും ശ്വാസതടസ്സവുമാണ് മരണങ്ങൾക്ക് കാരണമായത്. തുടർന്ന് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. പരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായതാണ് അന്വേഷണ ഉപസമിതിയുടെ റിപ്പോർട്ട്. തുടർന്ന് അധ്യാപകരുൾപ്പെടെ 7 പേരിൽ നിന്ന് സിൻഡിക്കേറ്റ് വിശദീകരണം തേടിയിരുന്നു. പരിപാടിക്ക് പോലീസ് സഹായം തേടുന്നതിൽ രജിസ്ട്രാർ ഓഫീസിനും വീഴ്ചയുണ്ടായതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 3 വിദ്യാർത്ഥികളടക്കം 4 പേരുടെ ജീവനെടുത്ത കുസാറ്റ് അപകടത്തിൽ 6 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. പ്രിൻസിപ്പാളിനും സംഗീത പരിപാടിയുടെ ചുമതലയുണ്ടായിരുന്ന 2 അധ്യാപകർക്കും 3 വിദ്യാർത്ഥികൾക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. കൊച്ചി ശാസ്ത്ര സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിലായിരുന്നു ഇത്തരമൊരു തീരുമാനം. പരിപാടി പോലീസിനെ അറിയിക്കാത്തതിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർക്കും വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത ഭാവിയിൽ വേണമെന്നും അതിനായി നടപടി വേണമെന്നും സിൻഡിക്കേറ്റ് യോഗത്തിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു. കുസാറ്റ് അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് സിൻഡിക്കേറ്റ് ഉപസമിതി വൈസ് ചാൻസലർക്ക് മുന്നേ നൽകിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.